നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മൊത്തം 3 പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രൊമോ ഇപ്പൊ വന്ന പ്രൊമോ ചിരിച്ചു ചത്തു. നമ്മുടെ രണാസുനി ആക്കിക്കൊണ്ടാണ് പേൻ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ പാടിയ പാട്ടാണ്. ആദ്യത്തെ പ്രൊമോ ആര്യനെ എയറിൽ നിന്ന് സ്പേസിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു പ്രൊമോ ആയിരുന്നു ആദ്യം വന്നത്. രണ്ടാമത് എവിക്ഷൻ ആയിരുന്നു. ആ എവിക്ഷനിൽ നമ്മുടെ ശരിക ഖേബി പുറത്തു പോയി എന്നറിയുന്നു. വെരി സാഡ്, സോ സാഡ്. നമുക്ക് എന്തായാലും ഇപ്പോ ലാസ്റ്റ് വന്ന പ്രൊമോ, ആ പാട്ട് അക്ബറിന് ഇങ്ങനെയൊക്കെയാണെങ്കിലും പാരഡി ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പറയാൻ ഭയങ്കര കഴിവാണ്. ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്. പലരെ കുറിച്ചും പാടുന്നു. ഈ ഷാരിയെ കുറിച്ച് പാടുന്ന കുറെ പാട്ടുകളുണ്ട്. പിന്നെ വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് അതും ചിലപ്പോൾ മിക്കവാറും പ്ലേ ചെയ്യുമായിരിക്കും. ഇന്ന് വന്ന ആ പ്രൊമോയിൽ ഉണ്ടായ സാധനങ്ങൾ നമുക്ക് കേൾക്കാം. ഓക്കെ, അക്ബർ നിങ്ങളുടെ ഒന്ന് കാണട്ടെ. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ ഓനീലിന് സന്തോഷം, ജീസയിൽ മോള് ജയിൽ വന്നപ്പോ ഓനീലിന് ആഹ്ലാദം. ഇത് ഒനീലും ഈ പറയുന്ന ദിശയിലും കൂടി ജയിലിൽ പോയപ്പോ ഒനീൽ അവിടെ പറയുന്നുണ്ട്, എന്റെ സ്വപ്നം പൂവണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അത് കൃത്യമായിട്ട് പ്രാസമൊക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് അക്ബർ സൂപ്പറായിട്ട് അത് പാടുന്നുണ്ട്. അടുത്ത കൊടുക്കുന്നത് ബിന്നിക്കാണ്, ബിന്നി സെബാസ്റ്റിന്. നീ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ, കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ. ബിന്നിക്ക് കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ എന്നുള്ളതാണ് ബിന്നിക്ക് കൊടുക്കുന്നത്. അടുത്തതാണ് നമ്മുടെ രണാസുനയ്ക്ക് കൊടുക്കുന്ന പാട്ട് കേൾക്കാം. അയ്യോ, എന്തുകൂടെ കേൾക്കാം, അത് പോയി. കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ. ലാലേട്ടന്റെ ചിരിയൊക്കെ. അത് ആരുടെ തലയാണ് അനുമോള്. ഇതായിരുന്നു ആ പ്രഭു. സത്യം പറഞ്ഞ ലാലേട്ടൻ വരെ പൊട്ടിച്ചിരിക്കുന്നില്ല. അവിടെ രണാസുനിയെ പോലെ എല്ലാവരും ചിരിക്കുന്നത്, എല്ലാവരെയും ആക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരെയും ഈ പറയുന്ന പ്രാസം ഒക്കെ സൂപ്പറായിട്ട് ചേർത്തുകൊണ്ട് അക്ബർ ആക്കുന്ന. അക്ബറിന് ഇതിന് ഭയങ്കര കഴിവാണ്. അക്ബർ എല്ലാരെ കുറിച്ചും അവിടെ കുറിച്ചുള്ള എല്ലാരെ കുറിച്ചും ഈവൻ ഷാനവാസിനെ കുറിച്ച് വരെ വളരെ ഒരു പാരഡി രൂപത്തിൽ പല പാട്ടുകളും പാടുന്നുണ്ട്. അവന് പാടാൻ കഴിവുള്ളത് കൊണ്ടും രാഹം കേൾക്കാൻ നമുക്ക് നല്ല സുഖം തോന്നും. നല്ല രാഹത്തിലല്ലേ പാടുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അക്ബർ, ഞാൻ ഇപ്പോഴും പറയാം, അക്ബർ വലിയ കിടിലൻ പ്ലെയറാണ്. ഇന്നലെ ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച ആ ഒരു പെൺകുട്ടികളുടെ അടുത്ത് വരെ അടിക്കാൻ പോകുന്ന രീതി ഭയങ്കര ഇപ്പൊ എന്താ തടിമാടണം. അപ്പൊ അടിക്കാൻ വേണ്ടി പോകുന്ന രീതിയിൽ പോകുന്നത് പെൺകുട്ടികൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു ചെറിയ പേടി കാണും. കാരണം ആർക്കാണ് വട്ടളവി അടിച്ച് കയറ്റി തരണമെന്ന് അറിഞ്ഞൂടോ, കഴിഞ്ഞ സീസൺ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊരു പേടി. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ഗ്രൂപ്പിലൂടെ എനിക്ക് വലിയ ഈ പറയുന്ന എതിരഭിപ്രായമൊന്നുമില്ല. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഈ പ്രശ്നം, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവരെയൊക്കെ കുശുമ്പ് പറയുകയും ഈ പിന്നീട് ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് ഈ പറയുന്ന അക്ബർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അക്ബറിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് അവിടെ വീട്ടിൽ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്. ഇന്നലെ എന്തായാലും ലാലേട്ടൻ നല്ല രീതിയിൽ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ഉമ്മ വന്ന് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അക്ബർ ടോപ്പ് 5 എത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. സൂപ്പർ കണ്ടസ്റ്റന്റ് ആണ്. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.